അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് എന്താണ്, +2 ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കേരള PSC +2 ലെവലിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ അവിടെ ഹിസ്റ്ററി എന്ന് ചോദിച്ചാണ്. വെറും ഹിസ്റ്ററി അല്ല, എന്താണ്, കേരള ഹിസ്റ്ററി എന്ന് ചോദിച്ചൊരു ചോദ്യം. അപ്പം 3 പ്രസ്താവനകളാണ് തന്നേക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി എന്തായിരുന്നു? പോർച്ചുഗീസുകാർ തന്നെയായിരുന്നു. ഇപ്പം ഇത് ശരിയായിട്ടുള്ള ഉത്തരവാണ്. നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? 1498 എന്താണ്, വാസ്കോ ഡ ഗാമ വന്ന കഥയൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്, അപ്പം ഇത് കംപ്ലീറ്റ്ലി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെന്താ, 1740 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇതെന്താണ്, വളരെ കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ ഈ കുളച്ചിൽ വാറിനെ പറ്റി നമ്മൾ എന്താണ് വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നതാണ്. എന്താ, 1741 എന്താണ്, മാർത്താണ്ഡവർമ്മ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ഡെലനോയി യുദ്ധം ചെയ്തു. ഡച്ചുകാർക്ക് വൻ പരാജയം നേരിട്ട ഒരു യുദ്ധമായിരുന്നു. ഡച്ചുകാർ എന്താണ്, അടപടലമായിപ്പോയി. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കിയോളാം. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. ഇത് പൂർണ്ണമായും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം എന്താ? കാരണം ഈ കാർട്ടസ് എന്ന് പറഞ്ഞ സംവിധാനം ഇവിടെ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരല്ല. ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് ഇതിവിടെ കൊണ്ടുവന്നത്. ഇനി ഇതിൻ്റെ പുറകിൽ നിന്ന ആളെന്ന് പറയുന്നത് വേറെ ആർക്കല്ല, ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ആരാണ്? ഡി അൽമേഡയാണ് ഇതിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇനി ഇയാളാരായിരുന്നു? ഇയാൾ പോർച്ചുഗീസിൻ്റെ ഫസ്റ്റ് വൈസ്രോയി ആയിരുന്നു. അത് ഓർത്ത് വെച്ചോളാം. ഇത് സ്ട്രാറ്റജിക്കൽ എപ്പോഴും പഠിക്കുന്നതായിരിക്കും. പോർച്ചുഗീസിലെ ആദ്യത്തെ വൈസ്രോയി എന്ന് നമ്മൾ എപ്പോഴും കാണാൻ പഠിക്കുന്ന ഒരു സംഭവമാണ് അൽമേഡ. ഇയാൾ കുറേ പരിഷ്കാരങ്ങൾ ഇവിടെ ഇന്ത്യ നടത്തി. അതിലൊന്നാണ് ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസി അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാർട്ടസ് എന്ന് പറയുന്ന ഈ ബ്ലൂ വാട്ടർ പോളിസിയുടെ ഒരു പാർട്ട് തന്നെയാണ് ഈ കാർട്ടസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെ കാർട്ടസ് കൊണ്ടുവന്ന പോർച്ചുഗീസുകാരാണ്. മോർ സ്പെസിഫിക് ആയിട്ട് പറയുമ്പം അൽമേഡയാണ്. അൽമേഡ ഫസ്റ്റ് വൈസ്രോയി ആണ്. അയാൾ കൊണ്ടുവന്ന വേറെ പരിഷ്കാരങ്ങളാണ് ബ്ലൂ വാട്ടർ പോളിസി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കാർട്ടസ്. ഇനി കാർട്ടസ് എന്ന് പറയുന്ന സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ട്രേഡ് ലൈസൻസ് ആണ്. അപ്പം ഇന്ത്യൻ ഓഷ്യൻസിൽ കച്ചവടം ചെയ്യാൻ ഒരു ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിരുന്നു. അതിൻ്റെ പേരാണ് കാർട്ടസ്. ഈ ട്രേഡ് ലൈസൻസ് ഇല്ലാത്ത ചരക്കുമായി പോകുന്ന കപ്പലുകളെ കിട്ടിയ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തായിരുന്നു? ചരക്കെല്ലാം പിടിച്ചെടുക്കും, എന്നിട്ട് ക്രൂവിനെ എല്ലാം കൊന്നുകളയും. അപ്പം വിത്തൗട്ട് ഒരു വാലിഡ് കാർട്ടസ് ഇല്ലാതെ ഒരു കപ്പലുകൾക്കും ഇന്ത്യൻ ഓഷനിൽ കൂടെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സംവിധാനമാണ് ബ്ലൂ വാട്ടർ പോളിസിയിലൂടെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നത്. ഇനി എന്താണ്, ഉറുമിയൊക്കെ പോലത്തെ സിനിമയിൽ ഒരു ശ്രദ്ധിച്ച് ഡയലോഗ് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാർട്ടസ് എന്ന് പറയുന്ന വാക്ക് അവിടെ പറയുന്നത് കേൾക്കാം. അപ്പം ആൻസർ എന്താണ്? 1ഉം 2ഉം ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ.